പാഴ്വസ്തുക്കൾ മാത്രം വെച്ച് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കേക്കിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള ഇതിൽ നിന്നും ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസ് മടക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പോലെയുള്ളത് നമുക്ക് 3 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ നമ്മളിന്നൊരു മയിൽപ്പീലി വാൾഡക്കറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മയിൽപ്പീലിയുടെ നടുക്കുള്ള ആ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതിലൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിന് പെയിൻറ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റും ഡാർക്ക് ബ്ലൂ കളർ പെയിൻറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മൾ പെയിൻറ് ചെയ്തെടുക്കുന്നത്. പാഴ്വസ്തുക്കൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അതിന് ചുറ്റുമായിട്ട് ഈ ഒരു കളർ പെയിൻറ് കൊടുത്തെടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ബ്ലൂ കളർ പെയിൻറ് ഇതുപോലെ നമ്മൾ കൊടുത്തെടുത്തു. ഇനി നമ്മൾ യെല്ലോ കളർ പെയിൻറ്റും ബ്രൗൺ കളർ പെയിൻറ്റും കൂടെ മിക്സ് ചെയ്ത് അതിന് ചുറ്റുമായിട്ട് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇപ്പം നമ്മൾ ഇതുപോലെ പെയിൻറ്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റും ബ്രൗൺ കളർ പെയിൻറ്റും യെല്ലോ കളർ പെയിൻറ്റും എല്ലാം കൂടെ ഇതുപോലെ കൊടുത്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ പെയിൻറ്റ് കൊടുത്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ മുഴുവനായും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളർ പെയിൻറ്റും കൂടെ നമ്മൾ ഇതുപോലെ കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ ആരും മറന്നു പോകരുതേ. പാഴ്വസ്തുക്കൾ കൊണ്ട് ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ ഗോൾഡൻ കളർ പെയിൻറ് വെച്ച് ഇതുപോലെ കൊടുത്തെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് കഴിയുന്ന അത്ര ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ വെറുതെ കളയുന്ന കേക്കിൻ്റെ ബോക്സ് വെച്ചാണ് ആർട്ടിഫിഷ്യൽ മയിൽപ്പീലി ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മുഴുവനായും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇതുപോലെ തന്നെ വേറെ 2 എണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ മയിൽപ്പീലി കാണാനായിട്ട്? ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇതിന് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റും ബ്ലൂ കളർ പെയിൻറ്റുമാണ് അതിന് കൊടുത്തെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ നമ്മൾ പെയിൻ്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായി മാറ്റി വയ്ക്കാം. പിന്നീട് നമ്മളിവിടെ പഴയൊരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലുള്ള ഈ ഒരു ലേസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതും നമ്മൾ പഴയ ഡ്രസ്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇതളുകളുടെ ഭാഗത്തെല്ലാം നമ്മൾ ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ മയിൽപ്പീലിയുടെ ഈ ഒരു ഭാഗത്തായി നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പഴയ ഡ്രസ്സിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്ന ലേസ് നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മളിവിടെ ഫെവി ബോണ്ട് വെച്ചാണ് അതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗോൾഡൻ കളർ പെയിൻറ് വെച്ച് ഇതിനകത്ത് കുറച്ച് പൂക്കളൊക്കെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പലർക്കും പല ഐഡിയകളായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്ത് നോക്കുക. നമുക്ക് ഈ ട്രയാങ്കിൾ ഷേപ്പിനകത്ത് എന്തെങ്കിലും ഫോട്ടോ ഒക്കെ വെക്കണമെങ്കിൽ ആ ഫോട്ടോ വെച്ച് ലേസ് ഒട്ടിച്ചെടുത്താലും മതി. അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനകത്ത് പെയിൻ്റ് ഒന്നും കൊടുത്തെടുക്കേണ്ട. ഇപ്പം നമ്മൾ അതിനകത്ത് ഇതുപോലെ പെയിൻ്റ് എല്ലാം കൊടുത്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ബ്ലാക്ക് കളർ നൂലെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 3 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മൾ ഒരു പീസ് കുറച്ച് വലുതും 2 പീസ് ഒരേ വലിപ്പത്തിലുമാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നൂലിൽ സൂചിയൊക്കെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ തെർമോക്കോൾ ബാൾസ് കോർത്തെടുക്കണം. ഇപ്പം നമ്മളതിൽ ഇതുപോലെയാണ് തെർമോക്കോൾ ബാൾസ് കോർത്തെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 2 എണ്ണത്തിലും നമുക്ക് കോർത്തെടുക്കണം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 നൂലിലും തെർമോക്കോൾ ബാൾസൊക്കെ നമ്മൾ കോർത്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് ചുമരിൽ തൂക്കിയിടാനുള്ളത് ആദ്യം ഒട്ടിച്ചെടുക്കണം. അത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തെർമോക്കോൾ ബാൾസ് എല്ലാം കോർത്ത് വെച്ചിട്ടുള്ള നൂലുകൾ നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നൂലുകൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ചെറിയ കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഈ നൂലിൻ്റെ ഒരു ഭാഗം നമ്മുടെ ആർട്ടിഫിഷ്യൽ മയിൽപ്പീലിയിലേക്ക് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. നൂല് അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലും നമുക്ക് ചെറിയ കാർഡ്ബോർഡ് പീസുകൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പാഴ്വസ്തുക്കളെല്ലാം വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഈ ബ്ലാക്ക് കളർ നൂലുകൾക്ക് പകരം ഗോൾഡൻ കളർ നൂലാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയുണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കണ്ടാൽ ആരെങ്കിലും പറയുമോ നമ്മൾ കേക്കിൻ്റെ ബോക്സ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണെന്ന്? നമ്മൾ ആർട്ടിഫിഷ്യൽ മയിൽപ്പീലി വാൾ ഡെക്കർ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ കേക്കിൻ്റെ ബോക്സ് വെച്ചാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ മയിൽപ്പീലികൾ ഒരുപാടെണ്ണം ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വാൾ ഡെക്കർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.